യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. യുവർ ഓണർ, ഈ വിഷയം ഞാൻ മുമ്പൊരിക്കൽ മറ്റൊരു കേസിന്റെ വിചാരണയിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഇവർക്ക് ദീർഘകാലമായ ലോസ് ഓഫ് മെമ്മറി ഉണ്ട്. ഫാക്ട്, ഇൻഫർമേഷൻ ഇതൊക്കെ മറന്നു പോകുന്ന ഒരു അവസ്ഥയാണെന്ന് ആ രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. യുവർ ഓണർ, ഈ കേസിൽ പോലീസ് പ്രധാനമായും തെളിവായി സ്വീകരിച്ചിരിക്കുന്നത് അരുണിമ കൊലപാതകം ചെയ്തുവെന്ന് അവർ തന്നെ ഒപ്പിട്ട് കൊടുത്തിരിക്കുന്ന മൊഴിയാണ്. മാനസിക നില ശരിയല്ലാത്ത ഒരാൾ കൊടുക്കുന്ന മൊഴി എങ്ങനെയാണ് സർ പ്രധാന എവിഡൻസ് ആയിട്ട് പരിഗണിക്കപ്പെടുക? ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്താ വക്കീല്? യുവർ ഓണർ, ഈ കേസിൽ പ്രതി തന്റെ മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണ്. മിസ്സസ് അരുണിമ, നിങ്ങൾ പോലീസിന് കൊടുത്ത മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണോ? അതെ, എന്റെ കുത്തേറ്റ സാക്ഷി വീണത്. മിസ്റ്റർ അഡ്വക്കേറ്റ്, നിങ്ങളുടെ കക്ഷി ചെയ്ത കുറ്റത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? യുവർ ഓണർ, മാനസിക നില തെറ്റിയ ഒരു അവസ്ഥയിൽ അവരിങ്ങനെ പലതും പറയും. ശരിയായ രീതിയിൽ ഈ കേസ് അന്വേഷിച്ചാൽ സത്യങ്ങൾ പുറത്തു വരും. മിസ്റ്റർ അർജുൻ, മറ്റെന്തെങ്കിലും പറയാനുണ്ടോ? യുവർ ഓണർ, ഞാൻ നിരത്തിയ വാദങ്ങൾ ശരിയാണെന്ന് ബോധ്യപ്പെടുത്താൻ എനിക്കൊരു അവസരം തരണമെന്ന് അപേക്ഷിക്കുന്നു. യെസ്, പ്രൊസീഡ്. താങ്ക് യു, യുവർ ഓണർ. മിസ്സസ് അരുണിമ, നിങ്ങളുടെ മൊഴിപ്രകാരം നിങ്ങളെ ആക്രമിക്കാൻ വന്ന സാക്ഷിയെ നിങ്ങൾ നിലവിളക്ക് കൊണ്ട് കുത്തി കൊലപ്പെടുത്തി എന്നുള്ളതാണ് കേസ്, അല്ലേ? അതെ. എത്ര കുത്തി? എന്റെ നേരെ പാഞ്ഞു വന്ന സാക്ഷിയെ ഞാനൊരു കുത്തുകുത്തി. സാക്ഷി എന്റെ മുമ്പിൽ വീണു. ദിസ് പോയിന്റ് മേ ബി നോട്ടഡ്, യുവർ ഓണർ. സാക്ഷിയെ കുത്തിയെന്ന് പോലീസ് പറയുന്ന അരുണിമ ഒരു കുത്തേ സാക്ഷിയെ കുത്തിയുള്ളൂ. പക്ഷേ ബോഡി എക്സാമിൻ ചെയ്ത പോലീസ് സർജൻ 2 കുത്തുകളാണ് ശരീരത്തിൽ ഉണ്ടായിരുന്നതെന്നും